മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ധാരാളം വ്യക്തികൾ നമ്മുടെ ഈ പൈതൃകം പഠിപ്പിച്ച് പ്രചരിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഈ പൈതൃകം പഠിക്കുന്നവരും അല്ലെങ്കിൽ അരങ്ങേറ്റം നടത്തിയവരും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സ്ഥാപനങ്ങളും നടത്തുന്നവരും അവർക്കെല്ലാവർക്കും നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുത്തിരുന്നു. നമ്മുടെ കോർഡിനേറ്റേഴ്സിന് ഉൾപ്പെടെ സർട്ടിഫിക്കറ്റ് കൊടുത്തിരുന്നു. ഇപ്പോൾ യൂട്യൂബിലൂടെ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ, നിങ്ങൾക്ക് പരിചയമുള്ളവരിൽ, നിങ്ങളുടെ സംഘടനയിൽ, ക്ഷേത്രത്തിൽ, സ്ഥാപനത്തിൽ നമ്മുടെ പൈതൃകത്തിൻ്റെ ഏതെങ്കിലും ഒരു വിഷയമെങ്കിലും, ഏത് വിഷയമായിക്കൊള്ളട്ടെ, ഏതെങ്കിലും ഒരു വിഷയമെങ്കിലും അവർ പഠിച്ച് പ്രയോഗിക്കുകയോ പഠിച്ച് പ്രചരിപ്പിക്കുകയോ പഠിച്ച് അതിനു വേണ്ടിയിട്ട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കുകയോ ആ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവരുണ്ടെങ്കിലോ അല്ലെങ്കിൽ പഠിച്ച് അരങ്ങേറ്റം നടത്തുകയോ ചെയ്തവരുണ്ടെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജ് അവർക്കെല്ലാം നല്ല ക്വാളിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ തയ്യാറാണ്. കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് 800ഓളം സർട്ടിഫിക്കറ്റ് കൊടുത്തു. ഈ വർഷത്തിൽ 45 സർട്ടിഫിക്കറ്റ് ഇത്രയും ദിവസമായിട്ട് വേദം പഠിച്ചവർക്ക്, നമ്മുടെ സ്കൂളിലെ കുട്ടികൾ വേദം പഠിച്ചവർക്ക്, നല്ല രീതിയിൽ വേദം വായിക്കാൻ അറിയാമെങ്കിൽ അവർക്കൊക്കെ സർട്ടിഫിക്കറ്റ് ഈ വർഷം കൊടുത്തിട്ടുണ്ട്. അവരുടെ കയ്യിൽ ജൂൺ 6-ാം തീയതി സ്കൂൾ തുറക്കുമ്പോഴേ എത്തുള്ളൂ. നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്കാണ്. നിങ്ങളുടെ അറിവിൽ നമ്മുടെ നാടിൻ്റെ പൈതൃകത്തിൽ ഏത് വിഷയമാണെങ്കിലും വിരോധമില്ല. 10,000 വിഷയങ്ങളുണ്ടെന്ന് പറയുന്നതായിരിക്കും ശരി. അത്രയൊന്നും പോകണ്ട. 250 വിഷയങ്ങളുണ്ട്. ഇതിലേത് വിഷയം പഠിച്ചൊരു അതോറിറ്റി ആവുകയോ അതല്ലെങ്കിൽ അത് അരങ്ങേറ്റം നടത്തുകയോ അതിൽ പ്രഭാഷണം നടത്തുകയോ ആ വിഷയത്തിൽ പുസ്തകം എഴുതുകയോ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിനെ അറിയിക്കാം. നിങ്ങൾ വാട്സപ്പിലൂടെയും അതുമാതിരിയുള്ളതിലൂടെയും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതും അറിയിക്കാം. അറിയിക്കാനുള്ളത് ഇമെയിൽ വഴിക്ക് അറിയിച്ചാൽ മതി. ആളുടെ പേര്, മൊബൈൽ നമ്പർ വേണം ഇൻ്റർവ്യൂ നടത്താൻ, എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അയാളുടെ പേര്, വിഷയം. ഇപ്പോൾ ഹെറിറ്റേജ് പോപ്പുലറൈസേഷൻ ഒരു വിഷയമാണ്. പല രീതിയിൽ പോപ്പുലറൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻ്റർവ്യൂ നടത്തിയിട്ടായിരിക്കും സർട്ടിഫിക്കറ്റ് കേരളത്തിലെ അഡ്രസ്സിൽ അല്ല ഇന്ത്യയിലെ അഡ്രസ്സിലേക്ക് കൊടുത്തേക്കുന്നത്. കൊറിയർ വഴിക്ക് എത്തും. അപ്പം നമ്മൾ നമ്മുടെ നാടിൻ്റെ പൈതൃകം പഠിപ്പിക്കുന്ന ആ യജ്ഞത്തിൽ, അത് കഥകളിയായാലും വിരോധമില്ല, തെയ്യമായാലും വിരോധമില്ല, ഓട്ടംതുള്ളലായാലും വിരോധമില്ല, വില്ലടിച്ചാൻ പാട്ടായാലും വിരോധമില്ല, പൂജയാണെങ്കിലും വിരോധമില്ല, ഇടയ്ക്കാണെങ്കിലും വിരോധമില്ല, ശംഖാണെങ്കിലും വിരോധമില്ല, മന്ത്രങ്ങൾ ആലപിക്കാനോ വേദമോ നൃത്തമോ സംഗീതമോ പാട്ടോ എന്തായാലും വിരോധമില്ല. ഏത് വിഷയമെങ്കിലും പഠിച്ചിട്ടുണ്ട്, അരങ്ങേറ്റം നടത്തിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, പ്രചരിപ്പിക്കുന്നുണ്ട്, പഠിച്ചിട്ടുണ്ട്, അതിനായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇമെയിൽ വഴിക്ക് അറിയിക്കുക. ഇമെയിൽ ഈ സ്പീച്ചിൻ്റെ ചുവട്ടിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അതിലൂടെ അറിയിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇൻ്റർവ്യൂ നടത്തും. ഒരു സെറ്റ് വിദ്യാർത്ഥികൾ ആവുമ്പോഴത്തേക്കും അവർക്ക് ഒരുമിച്ച് സർട്ടിഫിക്കറ്റ് പ്രിൻ്റ് ചെയ്യാൻ പോകും. അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. കുറേ അധികം കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യിക്കണം. ധാരാളം വ്യക്തികൾ നമ്മുടെ പൈതൃകം പഠിക്കുന്നുണ്ട്. അവർക്കൊരു സർട്ടിഫിക്കറ്റ് ചിലപ്പോൾ കിട്ടുന്നുണ്ടാവും, ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല. ഏതായാലും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജ് ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി സ്റ്റാറ്റസ് ഉള്ള പ്രൈവറ്റ് സ്ഥാപനമായിട്ട് നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതുമാതിരിയുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് കൊടുക്കാൻ അർഹതയുണ്ട്. ഡിഗ്രി, ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് അല്ല, നോളജ് ബേസ്ഡ് സർട്ടിഫിക്കറ്റ്. നമ്മുടെ എക്സ്പെർട്സ് ഇൻ്റർവ്യൂ നടത്തിയിട്ട് ഈ വ്യക്തിക്ക് ഈ വിഷയത്തിൽ അഗാധമായിട്ട് ഗുഡ് നോളജ് ഉണ്ട്, വെരി ഗുഡ് നോളജ് ഉണ്ട്, എക്സലന്റ് നോളജ് ഉണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് നോളജ് ഉണ്ട്. ഈ വാക്കുകൾ മാറും. ഗുഡ്, വെരി ഗുഡ്, എക്സലന്റ്, ഔട്ട്സ്റ്റാൻഡിങ് എന്ന രീതിയിലുള്ള വാക്കുകൾ മാത്രം മാറിയിട്ട് ഉള്ള നോളജ് ഉണ്ടെന്ന് അറിയിച്ച് സർട്ടിഫിക്കറ്റ് കൂടി എത്തുന്നതായിരിക്കും. നിങ്ങളെല്ലാവരെയും അതിനെ പ്രോത്സാഹിപ്പിക്കണം. നല്ല രീതിയിൽ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം. നമ്മുടെ പൈതൃകം പഠിക്കുന്നവർക്ക് അതൊരു മോട്ടിവേഷൻ ആവണം എന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രണാമം. നമസ്കാരം.